തരൂർ ബി.ജെ.പിയിലേക്കോ? മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി.ജെ.പിയിലേക്കെന്ന അഭ്യൂഹത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. വികസിത കേരളത്തിനോടൊപ്പം നിൽക്കുന്നവരെ ചേർത്തു പിടിക്കുമെന്നും ബി.ജെ.പിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ തരൂരുമായി ബന്ധപ്പെട്ട് തന്റെ മുന്നിൽ ഇതുവരെ അപേക്ഷകളൊന്നും വന്നിട്ടില്ലെന്നും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വന്നോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചുനാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോഴ്ത്തുന്ന നിലപാടായിരുന്നു ശശി തരൂർ സ്വീകരിച്ചു വന്നത്. അടുത്തിടെ ദ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും തരൂർ മോദിയെ പ്രശംസിച്ചിരുന്നു. തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന് രാജ്യം ഒന്നാമതും പാർട്ടി അതിനുശേഷവും എന്ന നിലപാടാണ് ഉള്ളതെന്നും എന്നാൽ ചിലർക്ക് മോദിയാണ് ഒന്നാമതെന്നും രാജ്യം അതിനുശേഷം എന്നുള്ള നിലപാട് ആണ് ഉള്ളതെന്നുമായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഖാർഗെയുടെ പരാമർശത്തിന് പ്രതീകാത്മക മറുപടി ശശി തരൂരും പറഞ്ഞിരുന്നു. പറക്കാൻ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ഇതാണ് വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇതിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലം പങ്കുവച്ചാണ് തരൂർ വാർത്തകളിൽ നിറഞ്ഞത്. തരൂരിന്റെ നീക്കങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ തരൂരിന്റെ കുറിപ്പാണ് വിവാദത്തിന് വഴിവെച്ചത്. അടിയന്തരാവസ്ഥയുടെ നീണ്ട 21 മാസങ്ങൾ രാജ്യത്ത് എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടതായി തരൂർ പറഞ്ഞിരുന്നു. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ന് കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഇന്ത്യയാണ് കാണാൻ കഴിയുകയെന്ന് തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു. തരൂരിന്റെ ഈ വിമർശനവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. പിന്നാലെ തരൂർ ബി.ജെ.പിയിലേക്കെന്ന അഭ്യൂഹങ്ങളും വ്യാപകമായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വിശദീകരണം നടത്തിയത്. തരൂരിനോട് മത്സരിച്ച് തോറ്റ രാജീവ് ചന്ദ്രശേഖറിന് പക്ഷേ തരൂർ പാർട്ടിയിലേക്ക് വരുന്നതിൽ എതിർപ്പില്ല. കാരണം തരൂർ പാർട്ടിയിലേക്ക് വന്നാൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന രാജീവിന്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയുമെന്നത് തന്നെ. തരൂരിന് കേരള ജനതയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ള സ്വാധീനം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ.